പുതുവത്സരം ആഘോഷിക്കാൻ ഗോവയിൽ സുഹൃത്തുക്കൾക്കൊപ്പം പോയതാണ് വൈക്കം കുലശേഖരമംഗലം സ്വദേശിയായ സഞ്ജയ് എന്ന യുവാവ്. പിന്നീട് മകനെ കാണാനിരുന്ന വിവരമാണ് വീട്ടുകാർ അറിഞ്ഞത്. ഇതോടെ ബന്ധുക്കൾ തലയോലപ്പറമ്പ് പോലീസിൽ പരാതി നൽകി. ഗോവ പോലീസിന്റെ അന്വേഷണത്തിൽ അഞ്ജുന ബീച്ച് പരിസരത്തു നിന്നും യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. ഡിസംബർ 30 ഗോവയിലെത്തിയ സഞ്ജയ്യെ പുതുവത്സരാഘോഷത്തിനിടെ കാണാതാവുകയായിരുന്നു. ഈ മാസം 29-നാണ് ന്യൂ ഇയർ ആഘോഷിക്കാനായി വൈക്കത്ത് നിന്നുള്ള സംഘം ഗോവയിലേക്ക് പോയത്. സഞ്ജയ് ഉൾപ്പെടെയുള്ള സുഹൃത്തുക്കളുടെ സംഘമായിരുന്നു പോയത്. 30-ാം തീയതി അവരവിടെ എത്തുന്നു. 30-ാം തീയതി മുതൽ ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായിട്ടുണ്ട് സഞ്ജയും കൂട്ടുകാരും. 31-ന് ന്യൂ ഇയർ ആഘോഷം പരിപാടികളും നടന്നു. അന്ന് രാത്രി ഈ ഡാൻസ് പരിപാടികളും മറ്റും ഉണ്ടായിരുന്നു. ഇതിനിടെ സഞ്ജയെ കാണാതായി എന്നുള്ളതാണ് സുഹൃത്തുക്കൾ പറയുന്ന മൊഴി. സഞ്ജയ് ഒരുപക്ഷെ വീട്ടിലേക്ക് എത്തിയിരിക്കാം, ഈ റൂമിലേക്ക് എത്തിയിരിക്കാം എന്നാണ് കൂട്ടുകാർ ധരിച്ചിരുന്നത്. പക്ഷേ അവിടെ എത്തിയിരുന്നില്ല എന്ന് കണ്ടതിനെ തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. എന്തായാലും കഴിഞ്ഞ 48 മണിക്കൂർ നേരം വലിയ അന്വേഷണം നടന്നു. പക്ഷേ ആ അന്വേഷണത്തിനൊടുവിൽ ഈ കാണാതായ ബീച്ചിൽ നിന്നും 10 കിലോമീറ്റർ അകലെ കടലിലാണ്, വാഗത്തൂർ ബീച്ചിലായിരുന്നു, സ്വകാര്യ ബീച്ചിലായിരുന്നു ഇവർ ഈ ആഘോഷത്തിനായി ബുക്ക് ചെയ്തിരുന്നത്. 10 കിലോമീറ്റർ അകലെ നിന്ന് കടലിൽ നിന്ന് മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. എന്തായാലും ഗോവയിൽ സംഭവം നടന്നതോടുകൂടി തന്നെ ഗോവൻ പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. ബന്ധുക്കളൊക്കെ എത്തി മൃതദേഹം വസ്ത്രങ്ങളടക്കം കണ്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇതിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ, എന്താണ് സംഭവിച്ചത് എന്നുള്ള അറിയാനുള്ള കാത്തിരിപ്പിലാണ് ബന്ധുക്കളും വീട്ടുകാരും എല്ലാവരും ഉള്ളത്. എന്തായാലും ഗോവ പോലീസ് അന്വേഷണം നടത്തിവരികയാണ്. കോട്ടയം ജില്ലാ പോലീസ് മേധാവി അടക്കം ചൂണ്ടിക്കാട്ടുന്നത് അവിടെ നടന്ന സംഭവം ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഗോവൻ പോലീസ് തന്നെ അന്വേഷിക്കണം എന്നതാണ്. എന്തായാലും പോലീസ് അന്വേഷണം തുടരുകയാണ്.